ആയിട്ട് ഇപ്പൊ മിക്കവരും കേൾക്കുന്ന ഒരു വാക്കായിരിക്കുമല്ലേ ഔപ്പേർ വിസ എന്നുള്ളത്. നമുക്ക് നോക്കിയാലോ എന്താ ഈ ഔപ്പേർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. സോ ഒട്ടും ലേറ്റ് ആക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹൗസ് ബിൽഡിംഗ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഫസ്റ്റ് ആലോചിക്കുന്നതായിരിക്കും ഈ ഔപ്പേർ എന്ന് പറയുന്നത്. ജർമ്മനിലേക്ക് വരാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ വേ അതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔപ്പേർ തന്നെയായിരിക്കും. ബിക്കോസ് ഇതിന്റെ റിക്വയർമെന്റ് A1 ലാംഗ്വേജ് ലെവൽ അല്ലെങ്കിൽ A2 ലാംഗ്വേജ് ലെവൽ ആയിരിക്കും. ഈ ഔപ്പേർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാമിലി നമ്മളെ സ്പോൺസർ ചെയ്യും. മെയിൻലി വരുന്നത് ഫാമിലിയുടെ പിള്ളേരുകളെ ആ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ നോക്കാനായിട്ടുള്ള വിസയാണ് ഈ ഔപ്പേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കുഞ്ഞു കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള പിള്ളേരുകളോ ഉണ്ടാവും. അവരെ നോക്കാനായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്ട്. അത് ഈ കോൺട്രാക്ട് ഓരോ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും. ആ ഒരു വർഷം ഫാമിലിയുടെ കൂടെ നിന്ന് ജർമ്മൻ കൾച്ചറും അതുപോലെ തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ചില ഫാമിലീസ് ആണെങ്കിൽ നമ്മുടെ പഠിത്തം അവർ കംപ്ലീറ്റ്ലി നോക്കും. ഒരു ചെലവുമില്ലാതെ നമ്മുടെ പഠിത്തം B2 വരെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർ ഫ്രീ ആയിട്ട് നമ്മളെ പഠിപ്പിക്കും. ഇനി ചില ഫാമിലീസ് ആണെങ്കിൽ പകുതി പൈസ അവരെടുക്കും, പകുതി പൈസ നമ്മളും കൊടുക്കണം. പക്ഷെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിൽ നിന്നുകൊണ്ട് തന്നെ B2 വരെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ചെലവുകളൊക്കെ എങ്ങനെയായിരിക്കും പോവുക? അത് ഭയങ്കര ഡൗട്ട് ആയിരിക്കും അല്ലേ, ഈ ഒരു വർഷം എങ്ങനെ നമ്മുടെ ചെലവ് തീരും എന്നുള്ളത്. അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള എല്ലാ ചെലവുകളും ഈ ഒരു ഫാമിലി ആയിരിക്കും നോക്കുക. നമുക്ക് ഫുഡ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫാമിലി ആയിരിക്കും നോക്കുന്നത്. അതുകൂടാതെ നമുക്ക് മറ്റ് ചെലവുകൾക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കണം, നമ്മുടേതായ പ്രൈവറ്റ് ചെലവുകൾക്കാണെങ്കിൽ 300 അല്ലെങ്കിൽ 400 യൂറോയോ നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് തരുന്നതായിരിക്കും. ആ ഒരു പൈസ ധാരാളം ആട്ടോ. ചെലവ് അവരെടുക്കും. ഈ ഒരു പൈസ നമുക്ക് കിട്ടുമ്പോൾ ഇവിടുത്തെ ചെലവിനാണെങ്കിലും നമ്മുടെ മറ്റു പരിപാടികൾക്കാണെങ്കിലും ആ ഒരു പൈസ നമ്മൾക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ നാട്ടിലേക്ക് അയക്കാനായിട്ട് അത്രയും പൈസ കിട്ടിയത് വരില്ല. പക്ഷെ നമുക്ക് ഇവിടുത്തെ ചെലവ് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോവാതെ നമുക്ക് നോക്കാനായിട്ട് ഈ ഒരു പൈസ മതിയാവും. A1 അല്ലെങ്കിൽ A2 ലാംഗ്വേജ് വെച്ചിട്ട് ജർമ്മനിലോട്ട് ഒരു വിസ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ അവിടുത്തെ പിള്ളേരെ നോക്കണം കേട്ടോ. അവർ വീട്ടിൽ വരുമ്പോൾ അവർ എൻഗേജ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ കൂടെ കളിക്കുക, അവരെ പഠിക്കാനായിട്ട് സഹായിക്കുക, അങ്ങനെയുള്ള പിള്ളേരെ നോക്കൽ നമ്മുടെ ഡ്യൂട്ടി ആയിരിക്കും. പിള്ളേരെ നോക്കുക മാത്രമല്ല നമ്മൾ കുറച്ചൊക്കെ വീട്ടിലെ പണികളോടും ചെയ്യണം. എന്ന് വിചാരിച്ചിട്ട് അടിച്ചു തുടയ്ക്കുക, ഡ്രസ്സ് എല്ലാം കഴുകിയിടുക, അങ്ങനെ കുറേ പണികളൊന്നുമല്ല. അവർ പറയുന്ന കുഞ്ഞു കുഞ്ഞത് ഇപ്പം മേ ബി ഷോപ്പിംഗ് ആയിരിക്കാം. മിക്ക സ്റ്റുഡൻസിന് വരുന്നതാണ് ഷോപ്പിംഗ് ചെയ്യാന്നുള്ളത്. ആ വീട്ടിലേക്ക് അവർ ലിസ്റ്റ് തരും, അവർ പൈസയും തന്നയക്കും. അപ്പം സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരാൻ പറയും. അതല്ലാതെ വീട് അടിച്ച് വാരുക, തുടയ്ക്കുക, കറി വെക്കുക അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. ഈ ഒരു ജോലി മാത്രമേ വരുള്ളൂ. പക്ഷെ പലർക്കും ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വീട്ടുകാർ അവരുടെ ഫുഡ് വെപ്പിക്കുക, വീട് അടിച്ച് വരാ, തുടയ്ക്കുക, ഡ്രസ്സ് കഴിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസും കുറേ പേർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എല്ലാ ദിവസവും 24 മണിക്കൂറും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ടൈം തന്നിട്ടുണ്ടാവും. ഇപ്പം ചിലർക്ക് 6 മണി വരെ ആയിരിക്കും, ചിലർക്ക് 7 മണി വരെ ആയിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റഡ് ഓഫ് ടൈമിൽ മാത്രം നമ്മൾ പിള്ളേരെ നോക്കിയാൽ മതി. ബാക്കിയുള്ള സമയം നമ്മുടെ ഫ്രീ ടൈമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ സമയമാണ് അത് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം ഭയങ്കര ഡൗട്ടായിരിക്കും ഈ A1 A2 ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഫാമിലീസ് ഒക്കെ ആയിട്ട് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഈ ഔപ്പേറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും നമുക്ക് ലാംഗ്വേജ് അധികം അറിയില്ല, തുടക്കത്തിലുള്ള ലാംഗ്വേജ് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്ക ഫാമിലീസും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും. അതെല്ലാം നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇംഗ്ലീഷിൽ ഫുള്ള് സംസാരിച്ച് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവത്തില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന ഫാമിലീസ് ആയിരിക്കും ഒട്ടുമിക്കതും. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫാമിലീനെ തിരഞ്ഞെടുക്കലാണ്. ഞാനിവിടെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് പട്ടിപ്പണി ഇടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ജോലിയാണ്, അവർ വീട്ടുജോലികൾ വരെ ഇടിപ്പിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി കൊടുക്കുന്നില്ല, ഒരു ടൈം കൊടുക്കുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് ഫാമിലീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഈ കംപ്ലയിൻസ് കേട്ടേക്കുന്നത് വേറെ രാജ്യത്തു നിന്ന് വരുന്ന ഫാമിലീസിനെ പറ്റി ആട്ടോ. ജർമ്മൻ ഫാമിലീസിനെ പറ്റി എനിക്ക് അത്രയും കംപ്ലയിൻസ് ഇല്ല. പക്ഷേ വേറെ രാജ്യത്തു നിന്ന് വരുന്ന ഫാമിലീസിനെ പറ്റിയൊക്കെ ഭയങ്കര കംപ്ലയിൻസ്. അവരുടെ വീട്ടുജോലി വരെ ഇടിപ്പിക്കും, പുറത്ത് പോകാൻ കൂടെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദാരുണമായ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഔപ്പേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് A2 അല്ലെങ്കിൽ A1 പാസ്സായിരിക്കണം. ഒരു ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം ഈ പാസ്സായിട്ടുള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇതിനുള്ളത്. ബോയ്സിന് അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. എല്ലാ ഫാമിലീസിനും വേണ്ടത് ഗേൾസിനെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ബോയ്സിന് ഒട്ടും ഇല്ല എന്നല്ല, പക്ഷെ ചില ഫാമിലീസിനായാലും ബോയ്സിനെ വേണം. എന്നാലും കൂടുതൽ സ്കോപ്പ് ഉള്ളതും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ഗേൾസിനായിരിക്കും.
പിന്നെ ഈ ഔട്ട്പെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു വീഡിയോ കൂടെ അവർക്ക് കൊടുത്തയക്കും. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസ് ആയിട്ടും മറ്റ് പിള്ളേരായിട്ടും നമ്മുടെ ഒരു ഇടപഴകൽ എങ്ങനെയായിരിക്കും, നമ്മൾക്കെല്ലാം ഓക്കെ ആണോ, അതോ നമ്മൾ വെറുതെ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരണ്ടാന്ന് അറിയാനായിട്ട് അവരൊരു വീഡിയോ കൂടെ അയക്കാൻ പറയും. അതിനുശേഷം നമ്മളെ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ഇൻ്റർവ്യൂ വെക്കും. നമ്മുടെ കാര്യങ്ങൾ അറിയാനും അവർക്ക് ഡൗട്ട് വരും, ആ ഇൻ്റർവ്യൂ ജർമ്മനിലായിരിക്കും അത് ഇംഗ്ലീഷിലായിരിക്കുമോ എന്ന്. അത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി എനിക്ക് ജർമ്മൻ മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് ഇംഗ്ലീഷിൽ സംസാരിക്കും. അതിലൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ഇൻ്റർവ്യൂസിലെല്ലാം ഓക്കെ ആയി, ഫാമിലീസിന് ഓക്കെ ആണെങ്കിൽ ഫാമിലി ചോദിക്കും ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഔട്ട്പെയറായി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ അവർ നെക്സ്റ്റ് ടൈം നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും. ചില ഫാമിലീസ് ഫുൾ ചിലവ് അവരുടെ വകയായിരിക്കും, ചിലവരാണെങ്കിൽ പകുതി പൈസ എടുക്കത്തുള്ളൂ, പകുതി പൈസ നമ്മൾ അടക്കണം. എന്തായാലും കുഴപ്പമില്ല അല്ലേ. ഇനി അവിടെ ചെന്നിട്ട് നമ്മുടെ കുക്കിംഗ്, നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതെല്ലാം തന്നെ ചെയ്യണം കേട്ടോ. നമുക്കായിട്ടൊരു പേഴ്സണൽ ഒരു റൂം, ടി.വി, കട്ടില്, ഷാങ്ക് എല്ലാം ആയിട്ടുള്ള ഒരു റൂം നമുക്കുണ്ടാവും. ഇനി കുക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ ചില ഫാമിലീസ് പറയും കൂടെ കഴിച്ചോളാം, പക്ഷെ ഭൂരിഭാഗം പേരും പറയാ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനായിരിക്കും. തന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ തന്നെയായിരിക്കും ചെയ്യേണ്ടത്, അതാരും ഫാമിലീസ് ചെയ്തു തരില്ല. ഈ ഔട്ട്പെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ B1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ പാസ്സായി കഴിഞ്ഞു, നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റ് നിർത്താവുന്നതാണ്. 1 വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് 6 മാസത്തിനുള്ളിൽ നിർത്താം. അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിനും ചേരാവുന്നതാണ്. പക്ഷേ ആ ഫാമിലി സമ്മതിച്ചാൽ മാത്രം. ചില ഫാമിലീസ് സമ്മതിക്കില്ല, പക്ഷെ ചില ഫാമിലീസിന് ഓക്കെ ആയിരിക്കും. ഇതെല്ലാം ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഔട്ട്പെയറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.